നമസ്കാരം. ഞാൻ രാമചന്ദ്രൻ മല്ലക്കര, കാസർഗോഡ് ജില്ലയിലെ കൊടക്കാടാണ്. ഞാൻ ആനന്ദിൻ്റെ കുടുംബവിശേഷങ്ങൾ എന്ന സിനിമയുടെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ആൻ്റണി ജോർജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ഓഡിഷൻ പാലക്കാട് കല്ലടിക്കോട് എന്ന സ്ഥലത്ത് വെച്ച് ഈ 15-ന് നടത്തുകയുണ്ടായി. നമ്മൾ കാസർഗോഡ് നിന്ന് 4-5 പേർ ആ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓഡിഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പരിചയമില്ലാത്ത ആൾക്കാരാണ് ഞാൻ പോയ ഓഡിഷനിലെല്ലാം. പക്ഷേ ഈ ആനന്ദിൻ്റെ കുടുംബവിശേഷം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെയും സംവിധായകരെയും ആരെയും എനിക്ക് പരിചയമില്ല എന്നൊരു സത്യം തന്നെയാണ്. എനിക്കല്ല, എൻ്റെ കൂടെ വന്ന് ആർക്കും പരിചയമില്ല. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ, നമ്മളത് രാവിലെ അവിടെ എത്തി, നമ്മൾ ശരിക്കും നമ്മുടെ സ്വന്തം വീട്ടിലെന്ന മാതിരിയാണ് എത്തിയ അതേ ഒരു അനുഭവമാണ് നമുക്കുണ്ടായത്. കാരണം അവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ അവിടെ ചായ സൽക്കാരം ഉണ്ടായിരുന്നു. കാരണം ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ഓഡിഷന് പോയാൽ കിട്ടാത്ത ഒരുപാട് അനുഭവം നമുക്കുണ്ട്. കാരണം ഞാൻ 2 കുപ്പി വെള്ളമാണ് ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടുപോയി. അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായ എല്ലാവരും. അപ്പോൾ ഇവിടെ പോകുന്ന സമയത്ത്, എത്തിയ സമയത്ത് കുടിക്കാൻ ചായ റെഡി, പലഹാരം, മറ്റ് ബിസ്ക്കറ്റും ഇതെല്ലാം ആയിട്ട് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ആൻ്റണി ജോർജ് സാർ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെന്ന് 100% ഞാൻ പറയുന്നു. കാരണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്, അയാളൊരു മനുഷ്യ സ്നേഹിയാണ്. അയാൾ കഷ്ടപ്പാടിൻ്റെ വിലയറിയുന്ന ഒരു മനുഷ്യനാണ്, ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം പുറത്തിറങ്ങി നമ്മുടെ ഓഡിഷന് വന്ന ഓരോ ആർട്ടിസ്റ്റിനെയും വന്ന് വർത്തമാനം പറഞ്ഞ് പരിചയപ്പെട്ട് ഫോട്ടോ എടുത്ത് വളരെ പറയേണ്ടത്, എത്രയോ വർഷം പരിചയമുള്ളവരെ, എത്രയോ അടുത്ത് പരിചയമുള്ള തൊട്ട അയൽവാസിയെ പോലെ, നാട്ടുകാരെ പോലെയാണ് അയാൾ പെരുമാറിയത്. അതുപോലെ ആ ഓഡിഷനിലെത്തി പങ്കെടുത്തപ്പോൾ നമുക്ക് ഒരു ടെൻഷനോ ഒരു വേവലാതിയോ ഒന്നുമില്ല. കാരണം വെച്ചാൽ ആ അംഗങ്ങൾ, അതായത് സിനിമാസിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും വളരെ കറക്റ്റ്, എത്ര മാന്യതയോടെ സംസാരിച്ച്, എത്ര പെരുമാറ്റം, അതുപോലെ ഒരാളെ തിരികെ കയറ്റുന്ന പരിപാടി. കാരണം ഒരുപാട് അനുഭവമുണ്ട്. 95 നമ്പർ പ്രകാരം നമ്മളിങ്ങനെ പിടിച്ചിരുന്നിട്ടുണ്ടാകും. അതായത് ടോക്കൺ നമ്പർ 95, 96 നമ്മൾ പോയ ഒരാൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിലേക്കുണ്ടാവും. അപ്പുറത്തുനിന്ന് 150, 160 ആൾക്കാർ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് കയറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. രാവിലെ നമ്മൾ രാത്രിയൊക്കെ തിരിച്ച് വണ്ടിയൊക്കെ കിട്ടാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വന്ന ഒരുപാട് അനുഭവമുണ്ട്. ഇത് അങ്ങനെ ഒരു സംഭവം, ഈ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ നടത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടത്തണം. എത്ര പറഞ്ഞാലും നമ്മൾക്കത്, എത്ര പറഞ്ഞാലും ഒരു സംശയവും വേണ്ട, ഈ സിനിമയുടെ വിജയം അതിഗംഭീരമാകും എന്നതിൽ ഒരു സംശയമുണ്ട്. അടിപൊളി സിനിമയാകും ഇത്, വൻ വിജയമാകും. കേരളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കും ആനന്ദിൻ്റെ കുടുംബവിശേഷം. അതുപോലെ ആൻ്റണി ജോർജ് എന്ന മനുഷ്യത്വമുള്ള ആ മനുഷ്യ സ്നേഹിയെ, ആ സംവിധായകനെ കേരളക്കരയ്ക്ക്, മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംവിധായകനെ കൂടി, ഒരു കലാകാരനെ കൂടി കിട്ടും. വളരെയധികം നന്ദിയുണ്ട്. സ്നേഹത്തോടെ രാമചന്ദ്രൻ മല്ലക്കര, കാസർഗോഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദിൻ്റെ കുടുംബവിശേഷം എന്ന ഒരു സിനിമയുടെ, ആൻ്റണി ജോർജ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ ഓഡീഷന് പോയിരുന്നു. ഞാൻ ഓഡീഷന് പോകാറില്ല, സാറിൻ്റെ അതിനു വേണ്ടി ഞാൻ പോയിരുന്നു. ബട്ട് നല്ലൊരു ഇതായിരുന്നു. സാറിൻ്റെ ആ സ്വഭാവവും മറ്റുള്ളവരോട് ഇടപഴകുന്നതെല്ലാം വളരെ കൂളായിട്ടാണ്, സ്നേഹത്തോടു കൂടിയുള്ള സാറിൻ്റെ പെരുമാറ്റം, ഇതെല്ലാം. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ആദ്യമായിട്ടാണ്. ഞാൻ ഒരുപാട് സിനിമയും സീരിയലും കോമഡിയും സ്റ്റേജ് പ്രോഗ്രാംസുകളെല്ലാം നിറയെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മുഖസ്തുതി പറയില്ല, സത്യമാണ്.
എന്താ വെച്ചാൽ ഞാൻ ഡാൻസറും സിംഗറും ആക്ടറും എല്ലാമാണ്. ഒരുപാട് മേഖലകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം. അപ്പോൾ ആൻ്റണി സാറിനെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. സാറിനൊരു ബിഗ് സല്യൂട്ട്. ഇവിടെ വന്ന എല്ലാവർക്കും, ആ ഓഡീഷനിൽ വന്ന എല്ലാവർക്കും എന്തൊരു ഇതായിരുന്നു. സാർ ഓടി നടന്ന് എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടി പെരുമാറുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ബട്ട് ചായയുണ്ട്, കഴിക്കാനുണ്ട്, കഴിക്കൂ, എല്ലാവരും കഴിക്കൂ എന്ന് പറയുന്നു. ആര് പറയും ഇങ്ങനെ? ഒരു ഡയറക്ടറും പറയത്തില്ല. കാരണം ഞാൻ ഒരുപാട് ഇത് പോയിട്ടുള്ള ഒരു ഡയറക്ടർ വന്ന് ഇങ്ങനെ വരോട് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. പക്ഷെ അത് അങ്ങനെ പറയുന്ന ഒരേ ഒരു വ്യക്തി, നല്ല മനസ്സിൻ്റെ ഉടമ എന്ന് പറയുന്നത് അത് ആൻ്റണി സാറ് മാത്രമാണ്. അത് ആൻ്റണി സാറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവരും സഹകരിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. സാറിനും കുടുംബത്തിനും ഇതിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എൻ്റെ പേര് ജോറ, ഞാൻ ടീച്ചറാണ്, പാലക്കാട്ടുകാരിയാണ്. ഓക്കെ, ബായ്. എല്ലാവരും ഇത് കാണണം, സാറിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എല്ലാവരും. ഓക്കെ, ആനന്ദിൻ്റെ കുടുംബവിശേഷം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. സാറിനെ കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് എല്ലാവരും അനുഗ്രഹിക്കണം. ഓക്കെ, കൂട്ടത്തിൽ എന്നെ ചെയ്യൂ. ഓക്കെ, ബായ്.